ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നന്ദഗോവിന്ദൻ ഭജൻസിൽ ഭജന എന്തിനാണ്? നിങ്ങളോട് ആരാണ് പറഞ്ഞത് നന്ദഗോവിന്ദൻ ഭജൻസ് ഭജന ഗ്രൂപ്പാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അങ്ങനെ തെറ്റിദ്ധരിച്ചാലേ ഈ കുഴപ്പം മൊത്തമായത്. അതായത് നന്ദഗോവിന്ദൻ ഭജൻസ്, അതിനകത്ത് ഭജൻസ് എന്ന് പറഞ്ഞൊരു പേര് കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിച്ച് അവർ ഭജനയാണ് പാടുന്നതെന്നോ? ശരിക്കും പറഞ്ഞാൽ അവർ ഭജനയാണോ പാടുന്നത്? ഇപ്പം എന്തോ ക്രിസ്തീയ ഗാനം പാടിയെന്നും പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത പുകിലില്ല. ഇപ്പം എന്താ കുഴപ്പം? ക്രിസ്തീയ ഗാനം പാടിയെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നാ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ അവർ ഭജന എന്ന് പറഞ്ഞ് വന്നിരുന്നിട്ട് അവർ പല ബാഹുബലിക്കാത്ത BGM ചെയ്യാറില്ലേ? അതുപോലെ തന്നെ കാതലേ കാതലേ എന്ന് പറഞ്ഞൊരു തമിഴ് പാട്ടുണ്ട്, അതിൻ്റെയൊക്കെ വയലിനെ ചെയ്യാറുണ്ട്. മനസ്സിലായി? സിനിമാ പാട്ടിനകത്ത് BGM എല്ലാം കേൾക്കുന്നുണ്ട്. ഇത് ഞാനത് കുറ്റമായിട്ടല്ല പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, ഭജനയിലോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചില പൊടി നമ്പറുകളൊക്കെ ഇടേണ്ടി വരും. ഇപ്പോഴത്തെ കാലമല്ലേ. അല്ലാതെ ഈ ഭജന തന്നെ പാടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പുതിയ തലമുറേനൊക്കെ ആകർഷിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭജന ഇതുപോലെ ജനപ്രിയമാക്കിയതിൽ ഇവരുടെ പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലുതാണ്. നമ്മുടെ കേരളത്തിൽ ഭജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശാന്ത് വർമ്മയാണെന്ന് ഞാൻ പറയും. സ്വന്തമായിട്ട് എഴുതി സ്വന്തമായിട്ട് ചിട്ടപ്പെടുത്തിയാണ് അദ്ദേഹം പാടുന്നത്. മറ്റുള്ളവർ എഴുതി ചിട്ടപ്പെടുത്തിയ ഗാനം ആലപിക്കുന്നത് അത്ര മോശം പ്രവൃത്തിയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പാട്ട് പോലും ആർക്കും പാടാൻ പറ്റത്തില്ല. പക്ഷേ പ്രശാന്ത് വർമ്മ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെയാണ് എന്ന് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഒരു കാരണവശാലും നന്ദഗോവിന്ദൻ ഭജൻസിനെ കുറ്റം പറയത്തില്ല. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാടേണ്ടിയൊക്കെ വരും. സിനിമ ഗാനങ്ങളോ സിനിമയുടെ BGM ഒക്കെ ഇടയ്ക്ക് കയറ്റേണ്ടി വരും. ആൾക്കാരെ പിടിച്ചിരുത്തണ്ടേ? ഇവരെ സംബന്ധിച്ച് നിങ്ങൾ ഭജൻസ് എന്നുള്ള രീതിയിൽ ഇവരെ കാണുമ്പോഴാണ് ഈ കുഴപ്പം. അല്ലാത്ത രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ കുഴപ്പം? പല ഗാനമേളയിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ, പള്ളികളിൽ ഗാനമേള ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഹിന്ദു ദൈവങ്ങളുടെ പാട്ട് പാടും, ക്ഷേത്രങ്ങളിൽ ഗാനമേള നടത്തുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ പാട്ട് പാടും. അതൊക്കെ സ്വാഭാവികമല്ലേ? അപ്പോൾ ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്ക്. ഭജൻസ് എന്നുള്ള പേരെടുത്ത് മാറ്റിയിട്ട് സാധാരണ രീതിയിലൊരു മ്യൂസിക് പ്രോഗ്രാം അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പിന്നെ പാടുന്നതിന് എന്നാ കുഴപ്പം? ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി അവരതല്ലേ. അല്ലാതെ ഭജൻസ് മാത്രമല്ലല്ലോ പാടുന്നത്. ഈ ഭജൻസ് പാടുന്ന കൂട്ടത്തിൽ സിനിമാ ഗാനങ്ങളും സിനിമയിലെ BGMകളും എല്ലാം അവർ അവതരിപ്പിക്കാറുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ ആസ്വദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ക്രിസ്തീയ ഭക്തിഗാനം കൂടി അവർ അവതരിപ്പിച്ചു എന്ന് കരുതിയാൽ മതി. അവർ ഭജൻസ് ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതും അവരുടെ കുഴപ്പമില്ല. അവർ തീവ്ര ഹിന്ദുക്കളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതും അവരുടെ കുഴപ്പമില്ല. ഒരു ഉദാഹരണം പറയാം. ഒരു കമ്പനിയുടെ മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ അവർ ആ കമ്പനിയുടെ കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത്. അതിന് കൂടാതെ അവർ മറ്റൊരു കമ്പനിയുടെ ഉയർച്ചയെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ മീറ്റിങ്ങിന് ഗുണം ഉണ്ടാവുമോ? അതല്ലല്ലോ വേണ്ടത്. ഒരു കമ്പനിയുടെ മീറ്റിംഗ് ആകുമ്പോൾ ആ കമ്പനിയുടെ ഉയർച്ചയെക്കുറിച്ചാണ് അവരവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരു കമ്പനിയുടെ കാര്യം കൂടെ അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്ന് പറഞ്ഞ പോലെ ഹിന്ദു ദൈവങ്ങളെ പാടി പുകഴ്ത്തി ദൈവത്തിലോട്ട് അടുപ്പിക്കുക എന്നുള്ളതാണല്ലോ ഈ ഭജനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് കൊണ്ടുവന്നിട്ട് മറ്റ് മതസ്ഥരുടെ ഭക്തിഗാനങ്ങൾ പാടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശമേ ഇല്ലാതായി പോവില്ലേ? അപ്പോൾ അതിൻ്റെ പേര് ഭജന എന്നല്ല, ഇതൊരു മ്യൂസിക് പ്രോഗ്രാം. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഇല്ല എന്ന് പറയുന്ന പോലെ നന്ദഗോവിന്ദൻ ഭജൻസിൽ ഭജൻസ് മാത്രമായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതാണല്ലോ അവർ ചെയ്യുന്നതും. അപ്പോൾ ആ രീതിയിൽ അങ്ങ് വിചാരിക്കുക, പ്രശ്നം തീർന്നു.